കുട്ടികളിൽ സാധാരണയായി കേൾക്കുന്ന ഒരു രോഗമാണല്ലോ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്നത്. എന്താണ് മാം ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്? കുട്ടികൾ ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് കുട്ടികളിൽ മൂക്കിന്റെ പിറകിലായിട്ട് കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ്, ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയും. സാധാരണ നമ്മുടെ വായിലകത്ത് ടോൺസിൽ ഉണ്ട്, അതുപോലെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് അഡിനോയിഡ്. മൂക്കിന്റെ പിറകിൽ കുട്ടികളിൽ കാണുന്നതാണ്. ചില കേസുകളിൽ ചില കുട്ടികളിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് വളരെയധികം വലിപ്പം വയ്ക്കും, അല്ലെങ്കിൽ അടിക്കടി ഇൻഫെക്ഷന് കാരണമാകും വലിപ്പം വെച്ചിട്ട്. അതാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ക്രോണിക് അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളിൽ മൂക്കിന്റെ പിറകിൽ കാണുന്ന മൂക്കിലെ ദശ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ്. മാം ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതായത് സാധാരണ മാതാപിതാക്കളുടെ കുട്ടികളെ കൊണ്ട് എന്ത് സിംറ്റംസുമായിട്ടാണ് വരിക? സാധാരണഗതിയിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ക്രോണിക് അഡിനോയിഡൈറ്റിസിലെ കുട്ടികൾ എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ മിക്കവാറും അവർക്ക് വിട്ടുമാറാത്ത ജലദോഷം അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം, പിന്നെ സ്നോറിങ് അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ്, അതായത് രാത്രി ഉറങ്ങുന്ന സമയത്ത് വായ തുറന്നുറങ്ങുക, കൂർക്കം വലി, ഇതൊക്കെയാണ് ഭയങ്കര കോമൺ ആയിട്ടുള്ള അഡിനോയിഡിന്റെ ലക്ഷണങ്ങൾ. എന്നാൽ ഈ അഡിനോയിഡ് കാരണം അടിക്കടിയുള്ള ചെവിയിലെ ഇൻഫെക്ഷൻ, റെക്കറന്റ് ആയിട്ട് കുട്ടികൾക്ക് ചെവിവേദന, ചെവിയിൽ ഇൻഫെക്ഷൻ വരിക, കേൾവിക്കുറവിന്റെ ലക്ഷണങ്ങൾ, ഇതൊക്കെ അഡിനോയിഡ് കാരണം വരാം. ഇത് കൂടാതെ ചില കേസുകളിൽ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയും, അതായത് മോണ പൊങ്ങി വരുന്ന അവസ്ഥ. ചില കുട്ടികളിൽ കണ്ടു കാണും മോണ വളരെയധികം പൊങ്ങിയിരിക്കുന്നത്. അത് യൂഷ്വലി ആ ഒരു അഡിനോയിഡ് വന്ന് ഒരു 5-6 ഇയേഴ്സിലാണ് സംഭവിക്കുക. അത് അഡിനോയിഡ് ഫേഷ്യസ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വരുന്നതും അഡിനോയിഡിന്റെ ലക്ഷണങ്ങളാണ്. അതായത് അഡിനോയിഡ് കുറച്ച് കാലങ്ങളായിട്ട് അഡിനോയിഡ് ഉള്ളത് കാരണം, ഓപ്പൺ മൗത്ത് ബ്രീത്തിങ് കാരണം സംഭവിക്കുന്നതാണ് ഈ അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ വളരെയധികം കൂടുതലായിട്ടുള്ള അഡിനോയിഡ് വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ കുട്ടികളിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും മൗത്ത് ബ്രീത്തിങ് ആയിരിക്കും, ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോൾ അത് ലോങ് ടേം ആയിട്ട് കുട്ടികളുടെ വളർച്ചയെ വരെ ബാധിക്കാം. കുട്ടികളിൽ നമുക്ക് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? എങ്ങനെയാണ് അഡിനോയിഡ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക? സോ ഈ പറഞ്ഞ അതായത് ഇതുപോലുള്ള ലക്ഷണങ്ങളുമായി വരുന്ന കുട്ടികളിൽ നമുക്ക് അഡിനോയിഡ് ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് സാധാരണഗതിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് എക്സ്റേ, അതായത് മൂക്കിന്റെ എക്സ്റേ എടുത്ത് നോക്കുക, അതിൽ നമുക്ക് അഡിനോയിഡ് കാണാം, ഏകദേശം ഒരു ഐഡിയ കിട്ടും അഡിനോയിഡ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നുള്ളത് നേസൽ എൻഡോസ്കോപ്പി, അതായത് ഒരു എൻഡോസ്കോപ്പ് വഴി ക്യാമറ വെച്ച് മൂക്കിന്റെ അകത്ത് അഡിനോയിഡ് നേരിട്ട് കാണാനുള്ളത്. ഇത് രണ്ടും വെച്ച് നമുക്ക് അഡിനോയിഡ് കണ്ടുപിടിക്കാമെങ്കിലും കുറച്ചുകൂടെ ഐഡിയൽ എന്ന് പറയുന്നത് നേസൽ എൻഡോസ്കോപ്പിയാണ്. കാരണം നമുക്ക് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ നേരിട്ട് അഡിനോയിഡ് കാണാൻ പറ്റും. അതിന് നമുക്ക് യൂഷ്വലി പീഡിയാട്രിക് എൻഡോസ്കോപ്പ് തന്നെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ തിൻ ആയിട്ടുള്ള ക്യാമറ. അത് വെച്ചിട്ട് തന്നെ നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കുട്ടികളിൽ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ അഡിനോയിഡ്. അത് അതൊരു OPD പ്രൊസീജിയർ ആണ്, അതായത് ഒരു 2 to 5 minutes 2 minutes എടുക്കത്തുള്ളൂ പ്രൊസീജിയർ. സിമ്പിൾ ആയിട്ട് കുട്ടികളെ കിടത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് നേസൽ എൻഡോസ്കോപ്പി. അഡിനോയിഡ് ഡയഗ്നോസ് ചെയ്യാൻ ഐഡിയൽ എന്ന് പറയുന്നത് നേസൽ എൻഡോസ്കോപ്പിയാണ്. പാരന്റ്സിനുള്ള ഒരു ഡൗട്ട്സ് ആണ് മാം, അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാം.